ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ശ്രദ്ധയോടെ പരിശ്രമിക്കുക. ബുദ്ധൻ. കാറ്റും മഴയും തഴക്കം വീണ മലയാളക്കരയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ലക്ഷ്മി എന്ന പെൺകുട്ടി ജീവിച്ചിരുന്നു. സ്വപ്നങ്ങൾ ഒരു കൂടയിൽ അടച്ചുപൂട്ടി വെച്ചിരുന്ന, ജീവിതത്തിന്റെ കാഠിന്യങ്ങളിൽ പതറി നിന്ന ഒരു പെൺകുട്ടി. അവളുടെ ജീവിതം പ്രയാസങ്ങളുടെ നൂലിൽ നെയ്ത തുണിപോലെയായിരുന്നു. കുടുംബത്തിന്റെ ദാരിദ്ര്യം അവളുടെ ചിറകുകളെ മങ്ങിച്ചു. ഭാവി ഒരു ഇരുണ്ട കാടായി തോന്നി. ഒരു ദിവസം അവൾ ഒരു യോഗാ ഗുരുവിനെ കണ്ടുമുട്ടി. മനസ്സിന്റെ ശക്തി അനാവരണം ചെയ്യുക, അദ്ദേഹം പറഞ്ഞു. ബുദ്ധിമുട്ടുകൾ ഉയർന്നുവരുമ്പോൾ പതറല്ല, ശ്രദ്ധയോടെ നേരിടൂ. ആ വാക്കുകൾ ലക്ഷ്മിയുടെ ഹൃദയത്തിൽ തീ കൊളുത്തി. യോഗയുടെ ലോകത്തേക്ക് അവൾ പ്രവേശിച്ചു. പ്രാണായാമത്തിന്റെ സംഗീതവും ആസനങ്ങളുടെ ശക്തിയും അവളെ മാറ്റിമറിച്ചു. ഓരോ ശ്വാസത്തിലും ജീവിതത്തിന്റെ രഹസ്യം അവൾ കണ്ടെത്തി. ഒരു രാവിലെ ലക്ഷ്മി തന്റെ ഗ്രാമത്തിലെ നെൽപ്പാടത്ത് ഇരിക്കുമ്പോൾ താൻ എന്തു ചെയ്യണമെന്ന് അവൾക്ക് ദർശനം ലഭിച്ചു. നെല്ലിന്റെ വിളവ് ദരിദ്രമായിരുന്നു. കർഷകരെ നിരാശ നിഴലിച്ചിരുന്നു. അവൾ പുതിയ രീതികൾ പഠിച്ചു, പ്രകൃതിയോട് യോജിച്ച കൃഷിരീതികൾ. ഗ്രാമവാസികളെ ഒന്നിച്ചുകൂട്ടി കൂട്ടായ പ്രയത്നത്തോടെ പാടം പരിവർത്തിപ്പിച്ചു. അധ്വാനവും ശ്രദ്ധയും കൊണ്ട് ഒരു സമൃദ്ധമായ വിളവെടുപ്പ് അവർ കണ്ടു. ലക്ഷ്മിയുടെ കഥ ഗ്രാമത്തിലുടനീളം പടർന്നു. പ്രതിബന്ധങ്ങളെ മറികടന്ന് സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള പ്രചോദനമായി അവൾ മാറി. മനസ്സുകൊണ്ട് മുന്നോട്ട് അവൾ ആവർത്തിച്ചു. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പതറാതെ ശ്രദ്ധയോടെ നേരിടൂ. അവളുടെ വാക്കുകൾ ഗ്രാമത്തിലെ ഓരോ വീട്ടിലും മുഴങ്ങി, ഓരോ ഹൃദയത്തിലും പ്രതീക്ഷ ജ്വലിച്ചു. കേരളത്തിന്റെ ഊഷരഭൂമിയിൽ നിന്നും വിയർപ്പും ശ്രദ്ധയും കൊണ്ട് ലക്ഷ്മി ഒരു പുതിയ കാലം വിതച്ചു. ഈ കഥ എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടക്കാനുള്ള ശക്തി നമുക്കും നൽകുന്നു. നമുക്ക് ശ്രദ്ധയോടെ ജീവിക്കാം, ഓരോ നിമിഷവും നന്ദിയോടെ സ്വീകരിക്കാം. പ്രതിബന്ധങ്ങൾ വരുമ്പോൾ പതറാതെ ധൈര്യത്തോടെ നേരിടാം. കാരണം ശ്രദ്ധയോടെ മുന്നോട്ടു പോയാൽ ഏത് കാട്ടിലും ഒരു പുതിയ പാത നമുക്ക് തുറക്കാൻ കഴിയും. കഥ അവിടെ അവസാനിക്കുന്നില്ല. ലക്ഷ്മിയുടെ വിജയം ചുറ്റുമുള്ളവരെ പ്രചോദിപ്പിച്ചു. ഗ്രാമത്തിലെ യുവാക്കൾ അവളുടെ കൂടെ ചേർന്നു. പുതിയ കൃഷിരീതികൾ പരീക്ഷിച്ചു. ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങി. ഗ്രാമം ഒരു സഹകരണ സമൂഹമായി പരിണമിച്ചു. ഒരു ദിവസം ഗ്രാമത്തിനു പുറത്തുള്ള നഗരത്തിൽ നിന്നും വന്ന വിദേശികൾ അവിടെയെത്തി. ലക്ഷ്മിയുടെ കഥ കേട്ട് അവർ അത്ഭുതപ്പെട്ടു. അവർ ഗ്രാമത്തിലെ ഉത്പന്നങ്ങൾക്ക് നഗരത്തിലെ വിപണി കണ്ടെത്തി. ഗ്രാമവാസികൾക്ക് കൂടുതൽ വരുമാനം സൃഷ്ടിച്ചു. ലക്ഷ്മിയുടെ നേതൃത്വത്തിൽ ഗ്രാമം ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി വികസിപ്പിച്ചു. പഴയ കളരികൾ പുനരുദ്ധരിച്ച് യോഗ ക്ലാസുകൾ ആരംഭിച്ചു. പ്രകൃതിയുടെ ഭംഗിയും സമാധാനവും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർ ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തി. ഈ പുതിയ സമ്പദ്വ്യവസ്ഥ കൊണ്ട് ഗ്രാമത്തിന്റെ രൂപം മാറി. കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിച്ചു. ആശുപത്രികൾ മെച്ചപ്പെട്ടു. ആരോഗ്യം മെച്ചപ്പെട്ടു. ഗ്രാമം മുഴുവൻ ശാന്തിയും സമൃദ്ധിയും പ്രസരിച്ചു. ലക്ഷ്മി, ഒരു ലളിത ഗ്രാമീണ പെൺകുട്ടി, തന്റെ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച് ഒരു ദാരിദ്ര്യ ഗ്രാമത്തെ സ്വർഗമാക്കി മാറ്റി. പക്ഷേ കഥ അവിടെയും അവസാനിക്കുന്നില്ല. ലക്ഷ്മിയുടെ പ്രസിദ്ധി കേട്ട് ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരാൻ തുടങ്ങി. അവർ അവളുടെ ജീവിതകഥയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടു സ്വന്തം ഗ്രാമങ്ങളും നഗരങ്ങളും മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു. മനസ്സുകൊണ്ട് മുന്നോട്ട് എന്ന മുദ്രാവാക്യം ഒരു ആഗോള പ്രസ്ഥാനമായി മാറി. ലോകത്തുടനീളം പ്രതീക്ഷയും സഹകരണവും പ്രചരിപ്പിച്ചു. ലക്ഷ്മിയുടെ കഥ ഒരു മാത്രം കഥയല്ല, എല്ലാവരുടെയും കഥയാണ്. നമ്മുടെ ഉള്ളിലെ ശക്തി നാം തിരിച്ചറിഞ്ഞാൽ ഏത് പ്രതിബന്ധത്തെയും മറികടക്കാനും സ്വപ്നങ്ങൾ നേടിയെടുക്കാനും നമുക്ക് കഴിയും. മനസ്സുകൊണ്ട് മുന്നോട്ടു പോയാൽ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയും. ലക്ഷ്മിയുടെ ഗ്രാമം ചില്ലുപോലെ തിളച്ചുനിന്നു. പക്ഷേ പുരോഗതിയുടെ നേരെ ചില കാർന്നോട്ടക്കണ്ണുകളും വീണു. അധികാരത്തിന്റെയും ഗർവിന്റെയും മറുകിൽ പുതഞ്ഞ ചിലർ ഗ്രാമത്തിന്റെ സമ്പത്ത് കടന്നുകയറാൻ ശ്രമിച്ചു. പ്രകൃതിയെ ചൂഷണം ചെയ്ത് വൻകിട വ്യവസായങ്ങൾ തുടങ്ങാൻ അവർ ആഗ്രഹിച്ചു. ഗ്രാമത്തിന്റെ ശാന്തിയും പരിസ്ഥിതിയും തകർത്ത് സ്വന്തം പോക്കറ്റ് നിറയ്ക്കാൻ ഒരുങ്ങി. ലക്ഷ്മി ഇരിക്കാതിരുന്നില്ല. ഗ്രാമവാസികളെ ഒന്നിച്ചു ചേർത്ത് പ്രതിരോധം തീർത്തു. പ്രകൃതി സംരക്ഷണത്തിന്റെ പാഠങ്ങൾ ആവർത്തിച്ചു. നിയമസഭയെ കയറിയിട്ട് പ്രകൃതിക്കും ഗ്രാമത്തിനും വേണ്ടി ശബ്ദം ഉയർത്തി. പ്രതിഷേധങ്ങളും നിയമപോരാട്ടങ്ങളും നടന്നു. ദേശീയ മാധ്യമങ്ങളിൽ ഗ്രാമത്തിന്റെ കഥ എത്തി. ജനസാമർഥ്യം ഉണർന്നു. സർക്കാർ ഇടപെട്ടു. ഗ്രാമത്തെ ഇക്കോ ടൂറിസം മേഖലയായി പ്രഖ്യാപിച്ചു. വികസനം സുസ്ഥിരമാക്കി.
ലക്ഷ്മിയുടെ നേതൃത്വത്തിൽ ഗ്രാമം വീണ്ടും പുതിയ പാതകൾ തേടി. സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കൃഷി മെച്ചപ്പെടുത്തി, സൂര്യോർജ്ജം പോലുള്ള പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ സ്വീകരിച്ചു. ഗ്രാമത്തെ ഒരു മാതൃകാ സ്വയംപര്യാപ്ത സമൂഹമാക്കി മാറ്റി. ഇന്ത്യയിലുടനീളം ഗ്രാമീണ വികസനത്തിന്റെ പ്രതീകമായി ഗ്രാമം മാറി. വർഷങ്ങൾ കടന്നുപോയി. ലക്ഷ്മി ഇപ്പോൾ ഒരു പ്രേരണാശക്തിയാണ്. ലോകമെമ്പാടുമുള്ള സമ്മേളനങ്ങളിൽ അവളുടെ പ്രസംഗം മുഴങ്ങുന്നു. പ്രകൃതിയോട് ഇണങ്ങിയ വികസനത്തെപ്പറ്റിയും മനസ്സിന്റെ ശക്തിയെ ഉപയോഗിച്ച് പ്രയാസങ്ങളെ മറികടക്കേണ്ടതിനെപ്പറ്റിയും അവൾ സംസാരിക്കുന്നു. അവളുടെ ജീവിതം ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതങ്ങളെ സ്വാധീനിച്ചു. ഒരു സാധാരണ ഗ്രാമീണ പെൺകുട്ടി തന്റെ പ്രബുദ്ധമായ മനസ്സും ഉറച്ച നിലപാടും കൊണ്ട് ചരിത്രത്തിൽ തന്റെ പേര് രേഖപ്പെടുത്തി. ലക്ഷ്മിയുടെ കഥ ഒരു ഗ്രാമത്തിന്റെയും ഒരു പെൺകുട്ടിയുടെയും കഥ അല്ല, പ്രതീക്ഷയുടെയും മനസ്സിന്റെ ശക്തിയുടെയും കഥയാണ്. ഈ കഥ നമുക്ക് എല്ലാവർക്കും പ്രചോദനമാകട്ടെ. മനസ്സുകൊണ്ട് മുന്നോട്ടു പോയാൽ ഒന്നും അസാധ്യമല്ല. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.